ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നെറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നത്തെ വീഡിയോ ഒരു ബൾക്ക് ഓർഡർ പ്രിപ്പറേഷനാണ്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഓർഡർ വരുന്നത് ഒരു ബർത്ത്ഡേയുടെ റിട്ടേൺ ഗിഫ്റ്റ്സ് ആണ്. ഇപ്പോൾ ബർത്ത്ഡേക്ക് എല്ലാവരും റിട്ടേൺ ഗിഫ്റ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് 8 ഇയേഴ്സ് ഉള്ള ഒരു മോൻ്റെ ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ ഒരു റെഗുലർ കസ്റ്റമറാണ്. എല്ലാ ഇയറും അവരുടെ മോൻ്റെ ബർത്ത്ഡേക്ക് ഇതേപോലെ റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇയർ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനും അവരും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഒരു പാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തി. അതിന് ശേഷമാണ് കേട്ടോ ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ. ഞാൻ പറഞ്ഞ ഒരു സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ അക്രിലിക് കീ ചെയിൻ വരുന്നത്. പിന്നെ അവർ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരു മിനി സ്ലേറ്റ്. 32 സ്റ്റുഡൻസിനാണ് നമുക്ക് ഈ റിട്ടേൺ ഗിഫ്റ്റ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു ടീച്ചറുണ്ട്. ടീച്ചർക്ക് നമുക്കിങ്ങനെ സ്ലേറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് കീ ചെയിൻ മാത്രം മതി എന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്ലേറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ മാച്ചിനനുസരിച്ചിട്ട് എനിക്ക് അക്രിലിക് കീ ചെയിനും കൂടി ചെയ്തെടുക്കണം. എല്ലാം നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള സ്ലേറ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് അക്രിലിക് കീ ചെയിനിലോട്ടേക്ക് പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് വിനൈൽ ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക്ഗ്രൗണ്ടും പിന്നെ നെയിംസും അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചാംസിൻ്റെ കളറിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെയിം എല്ലാം ഞാൻ വൈറ്റ് കളറിലാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചാംസ് എടുത്തിട്ടുള്ളത് വയലറ്റ്, പിങ്ക്, പിന്നെ യെല്ലോ, ഗ്രീൻ അങ്ങനത്തെ ഷെയ്ഡിലാണ് ചാംസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിനൈലും കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ വിനൈലും ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാ നെയിംസും എഴുതിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റിട്ടേൺ ഗിഫ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അക്രിലിക് കീ ചെയിൻ, അത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എഴുതിയിട്ട്, പിന്നെ വരുന്നത് നേരത്തെ കാണിച്ച സ്ലേറ്റ്, പിന്നെ ഒരു സ്റ്റെൻസിൽ വരുന്നുണ്ട്, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള പെൻസിലും റബ്ബറും വരുന്ന ഒരു സെറ്റ് വരുന്നുണ്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഒരു കുഞ്ഞി ബുക്കുമാണ്. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനും അവരും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്തിട്ട് എൻ്റെ അഡ്രസ്സിലോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ബാക്കി കുറച്ചൊക്കെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ച് ലൈറ്റായിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതും യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബഡ്ജറ്റ് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ബഡ്ജറ്റൊക്കെ കുറവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഒന്നും ഇങ്ങനത്തെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് റിട്ടേൺ ഗിഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി എല്ലാം ഭയങ്കര സജീവമാണ്. എന്താ അല്ലേ കാലത്തിൻ്റെ ഓരോ പോക്ക്. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ബാക്ക്ഗ്രൗണ്ട് ഓരോന്നായിട്ട് നമ്മൾ അക്രിലിക് കീ ചെയിനിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അക്രിലിക് കീ ചെയിൻ്റെ പുറമേയുള്ള ഈ ഒരു കവർ പീൽ ചെയ്യാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. അങ്ങനെ 32 പീസും ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ അവരിവിടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തത് കസ്റ്റമൈസ്ഡ് മഗ്ഗാണ്. ഇപ്രാവശ്യം നമ്മൾ കസ്റ്റമൈസ്ഡ് കീ ചെയിൻ ആക്കി. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനല്ല, എൻ്റെ കൂടെ തന്നെ ഒരാളുണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അയാളുടെ കൈയാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. എൻ്റെ മടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ വർക്കും ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആൾ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിൽ കാണാത്ത ചെറിയ ചെറിയ പൊടികളായിരിക്കും പെട്ടെന്ന് വായിലേക്ക് പോവുക. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കീ ചെയിൻ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാംസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ചെയ്താനുള്ള ലുക്ക് വരുന്നത്. ഇനി നമുക്ക് നെയിംസൊക്കെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ നെയിമും ഞാൻ സൈസൊക്കെ നോക്കിയിട്ട് ഡിസൈൻ സ്പേസിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ വിനൈൽ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് കട്ടാവട്ടെ. ഞാൻ 33 കീ ചെയിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നെയിം ആഡ് ചെയ്യണം. എല്ലാത്തിൻ്റെയും ഒരു സൈഡിൽ പീൽ ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തുള്ളത്. അപ്പോൾ ഇനി അടുത്ത സൈഡും കൂടി പീൽ ചെയ്തിട്ട് അവിടത്തേക്ക് നമുക്ക് നെയിം വെച്ച് കൊടുക്കാം. നെയിമെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് പീൽ ചെയ്തെടുക്കണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ട്രാൻസ്ഫർ ടാപ്പിലാക്കിയിട്ട് സാധാരണ പോലെ കീ ചെയിനിലോട്ടേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ ആദ്യത്തെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അട്രാക്റ്റ് ചെയ്യുന്ന കളേഴ്സാണ് കേട്ടോ ഞാൻ കീ ചെയിന് യൂസ് ചെയ്തിട്ടുള്ളത്. വയലറ്റ്, അതുപോലെ യെല്ലോ, പിങ്ക്, ഗ്രീന് അങ്ങനെ വരുന്നത്. പിന്നെ ടീച്ചർക്ക് വേണ്ടിയിട്ട് ബ്രൗൺ ഷെയ്ഡിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പാക്കിങ് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു ടാഗ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുള്ളി റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കീ ചെയിൻ ആരതാണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പോൾ ഒരു ടാഗിൽ അവരുടെ നെയിം എഴുതിയിട്ട് ടാഗും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടാഗ് ഇതുപോലെ ഡിസൈൻ സ്പേസിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ടാഗിലോട്ടേക്ക് നമുക്ക് സെയിം നെയിം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടാഗ് അവിടുന്ന് കട്ടാവട്ടെ. അതിനിടയിൽ എനിക്ക് ബാക്കിയുള്ള അക്രിലിക്കിൻ്റെ കീ ചെയിൻസ് ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും ടാഗ് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ടാഗിലോട്ടേക്കുള്ള നെയിമും കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാഗ് നമുക്ക് ഓരോന്നായിട്ട് പീൽ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നെയിം ആഡ് ചെയ്ത് കൊടുക്കാം. നെയിം ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ടാപ്പിലാക്കിയിട്ട്, വിനൈലിലാണല്ലോ നെയിം കട്ട് ചെയ്തത്, അപ്പം ട്രാൻസ്ഫർ ടാപ്പിലാക്കിയിട്ട് ഇതിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിതൊരു കാർഡ് സ്റ്റോക്ക് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു കാർഡ് സ്റ്റോക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമായി. കാരണം 32 പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടി. നമ്മൾ കൈയോട് കട്ട് ചെയ്യാന്നാണെങ്കിൽ നേരം വെളുക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാക്കേജിലും എൻ്റെ താങ്ക് യു കാർഡ് വെക്കണം. കാരണം ഇതാരാണ് ചെയ്തത് എന്നുള്ളൊരു മാർക്ക് വേണമല്ലോ. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാമല്ലോ. അങ്ങനെയും വെച്ചിട്ടാണ് താങ്ക് യു കാർഡ് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെക്കാണ്. അപ്പോൾ എൻ്റെ എല്ലാ താങ്ക് യു കാർഡും ഞാൻ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാഗിലോട്ടേക്ക് നെയിം ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത താങ്ക് യു കാർഡൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ടാഗിലോട്ടേക്ക് നെയിം ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ടാഗും ചെയ്തെടുത്തു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രിലിക് കീ ചെയിൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് സ്റ്റോക്ക് നമുക്ക് ഒരേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അക്രിലിക് കീ ചെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ആക്കിയിട്ട് അതിലോട്ടേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു പിന്നെ ട്രാൻസ്പാരൻറ്റ് കവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ കീ ചെയിൻ പാക്ക് ചെയ്തെടുക്കുന്നത്. അതിനനുസരിച്ച് അതേ ഒരു മെഷർമെൻറ്റിൽ എല്ലാ കാർഡ് സ്റ്റോക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്കിതൊന്ന് പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ യെല്ലോ കളറുള്ള കീ ചെയിനാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു കാർഡ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഹോൾ ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കീ ചെയിനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതുപോലെ എല്ലാ കീ ചെയിനും പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കീ ചെയിനും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്ട്സൊക്കെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാക്ക് ചെയ്തെടുക്കണം. എങ്ങനെയാണ് പാക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ ആദ്യം എല്ലാം സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ഇതുപോലെ ടാഗ് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ആദ്യം വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോൾ ഈ ടാഗും കൂടി വെച്ചിട്ട് ടൈ ചെയ്ത് കഴിഞ്ഞാൽ ആർഭാടായി പോകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ടാഗ് ഒഴിവാക്കിയാലോ എന്ന് ഒരു തോന്നൽ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമറിനോട് പറഞ്ഞപ്പോൾ അവരും അത് അംഗീകരിച്ചു. കാരണം ശരിയാണല്ലോ എന്നുള്ള ഇത്. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളതെന്ന്. ആദ്യം ഞാൻ ട്രാൻസ്പാരൻറ്റ് ബാഗിലോട്ടേക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് കൊടുത്തു. പിന്നെ സ്റ്റെൻസിൽ വെച്ച് കൊടുത്തു. പിന്നെ ഗ്രീൻ കളർ സ്ലേറ്റ് എടുത്തു. അപ്പോൾ ഗ്രീൻ കളർ സ്ലേറ്റിന് മാച്ചായിട്ടുള്ള ഗ്രീൻ കളർ തന്നെ വരുന്ന അക്രിലിക് കീ ചെയിൻ ഒരു കുട്ടിയുടെ സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ കാർഡ് വെച്ച് കൊടുത്തു. പിന്നെ അതിലോട്ടേക്ക് ഗേൾ ആയതുകൊണ്ട് തന്നെ യൂണിക്കോണിൻ്റെ തീമിലുള്ള ഒരു പെൻസിലും കൂടി വെച്ച് കൊടുത്തു. ഇത് നമ്മളുടെ മറ്റേ പെൻസിലാണ് കേട്ടോ. ഈ ബാക്കിലോട്ടേക്ക് പെൻസിലിൻ്റെ മുനയിട്ടിട്ട് വരുന്നതില്ലേ, അങ്ങനത്തെ ആ മോഡൽ പെൻസിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അത് റയറായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു പീസ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ പീസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറമേ തന്നെ ആ കുട്ടിയുടെ പേര് ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ ടാഗിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. കാരണം ടാഗും കൂടി വെച്ചാൽ കുറച്ചുകൂടി ഒരു ആർഭാടാവുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പീസ് സെറ്റ് ചെയ്തു. ഈ ഒരു പീസ് കസ്റ്റമറിന് അയച്ചപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞു. കാരണം നല്ല ഭംഗിയുണ്ടല്ലോ, ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ ടാഗ് ചെയ്തിട്ട് ടൈം കളഞ്ഞു എന്ന് ഞാൻ ഇപ്പം വിചാരിക്കുകയാണ്. കാരണം ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പീസും ഇതുപോലെ ഞാൻ പാക്ക് ചെയ്തെടുക്കുകയാണ്. അതിലോട്ടേക്ക് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ സ്ലേറ്റ് ആണ്. അപ്പോൾ അതിന് മാച്ചായിട്ട് ബ്ലൂ കളർ ഞാൻ ചെയ്തിട്ടില്ല അക്രിലിക്കിൻ്റെ കീ ചെയിൻ. അപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള അക്രിലിക് കീ ചെയിൻ എടുത്തു. അതൊരു ബോയ് ആയിക്കൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ഞാനൊരു സൂപ്പർമാൻ്റെ തീമിലുള്ള പെൻസിൽ കൂടി, ഇറേസർ വരുന്ന പെൻസിൽ കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തതും ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ പീസസും നമുക്ക് പാക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 32 സ്റ്റുഡൻസിനുള്ളത് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയായത് കുറച്ച് സ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ അവർ 2-3 നെയിം കൂടി, അതായത് കസിൻസ് ആയിട്ട് അവരുടെ നെയിം കൂടി പറഞ്ഞു തന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അക്രിലിക് കീ ചെയിൻ മാത്രം സെറ്റ് ചെയ്തു. അപ്പോൾ അക്രിലിക് കീ ചെയിനും സ്ലേറ്റും കൂടി അവർക്ക് ഒരു ചെറിയ ബാഗ് പോലെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് നമുക്കിതൊന്ന് പാക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മളുടെ കസ്റ്റമർ വരുന്നത് അല്ലൈനിലാണ്, ഇത് അല്ലൈനിലോട്ടേക്ക് പോകേണ്ട ഒരു മുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതൊന്ന് പാക്ക് ചെയ്തെടുക്കണം. എൻ്റെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും റിപ്ലൈ തരാം. ഡെലിവറി ഓൾ ഓവർ UAE ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.